കുളി കഴിഞ്ഞ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തിറങ്ങിയപ്പോൾ അമ്മ മുറ്റൊക്കെ അടിച്ചു ഒരു വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇട്ടുന്ന പൂവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാണകം തേച്ചെടുത്താൽ മാത്രം മതി എന്നുള്ളൂ. അപ്പോൾ ഞാനും സോനും അമ്പാടിയും കൂടി പോയിട്ട് പൂവൊക്കെ ആദ്യം പൊട്ടിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ പൂവ് പറഞ്ഞാൽ അധികം കിട്ടാനൊന്നുമില്ല. ഇവിടെ മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു പാടത്ത് കൂടിയൊക്കെ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പൂവൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് പോയി പൊട്ടിച്ചു കൊടുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് ചെമ്പരത്തി നിൽക്കുന്നുണ്ടായിരുന്നു, അതും പൊട്ടിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ ഞാനും മുറ്റത്തേക്ക് ഇറങ്ങിയ സമ്പാടിക്ക് മനസ്സിലാവും കേട്ടോ പൂ പൊട്ടിക്കാനാണ്. അപ്പോൾ മുന്നിലിറങ്ങും, രാവിലെ നീച്ചറിയാൻ പൂ പൊട്ടിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഓന് വേഗം എന്താ പറയുക ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങും പൂ പൊട്ടിക്കാൻ. ഓന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനും സോനും അമ്പാടിയും കൂടി, എന്നാൽ സോനിന് സ്കൂളില്ല, അപ്പോൾ സോനും ഉണ്ടായിരുന്നിട്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി പോയി പൂവൊക്കെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുക്കുറ്റിയാണ് ഞങ്ങളുടെ വീടിൻ്റെ വഴിയിൽ തന്നെ ഇഷ്ടംപോലെ മുക്കുറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പൊട്ടിച്ച് കൊടുന്ന്. പിന്നെ ഇവിടെ ഒന്നും മത്തമ്പൂവൊന്നും കിട്ടാനില്ല കേട്ടോ. എന്താ പറയുക, ആദ്യം മത്തമ്പൂ വെച്ച് കൊടുത്തിട്ട് പിന്നെ മുക്കുറ്റിയും തുളസി വെച്ച് കൊടുക്കുക ചെയ്യല് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പൂവിടാൻ നേരിട്ടൊന്ന്. അപ്പോൾ അത് അമ്പാടി ഇട്ടോ എൻ്റെ കൂടെ ഒന്ന് പൂവിടാൻ. പൂക്കൾ കുറവാ. ഇങ്ങോട്ട് വാ, അത് എടുക്കണ്ട, അങ്ങോട്ട് വായോ. പൂവിടുക, അങ്ങോട്ട് വായോ, വേഗം വായോ, ഇവിടെ ഇരിക്കേ പൂ കൊടുത്തരാ കേട്ടോ. കൈ പിടിക്കേ, ഞങ്ങൾ ഇടില്ല. കൈ പിടിച്ചോട്ടോ. അമ്മ ചോദിക്കുമ്പോൾ തരണം കേട്ടോ. ഇജ്ജ് വെക്കല്ലേ, ഞാൻ വെക്കട്ടെ. ഇജ്ജ് വെക്കല്ലേ, ഞാൻ വെക്കാം. ഇജ്ജ് ഇവിടെ പിടിച്ചോണ്ട് നിന്നോ. അമ്മ ചോദിക്കുമ്പോൾ തരണം കേട്ടോ. ഞാൻ ചോദിക്കട്ടോ അമ്പാടിനോട് പൂ തായോ പറയട്ടോ. അപ്പം അമ്പാടി പൂ തരണം കേട്ടോ. ആ പൂ തായോ പറഞ്ഞാൽ അമ്പാടി അപ്പം എന്തത് ചെയ്യാ, പൂ തരണം കേട്ടോ. പൂ തായോ പറയാം അമ്പാടിനോട് ഞാൻ. അപ്പം അമ്പാടി വേഗം പൂ കൊടുത്ത് തരണക്കി കേട്ടോ. ഇത് വേണ്ട, അങ്ങനെ പൂവിടുക, അങ്ങനെ പൂവിടല്. അതെ, ഇതാ പൂവുള്ള മീന്. ഐഡി അത് കേടെന്നോ പറിച്ചുടങ്ങതാണ്. അത് കടിക്കണേ ചെയ്യണത്. നല്ല കുട്ടികൾ കടിക്കൂല. അതിനങ്ങനെ അയച്ചു. നമുക്കിട്ട് കാണാ. കുറേ പോവേണ്ടി വരില്ലേ? കുറേ പോവേണ്ടി വരില്ലേ? ചീത്ത കുട്ടിയാണ് അല്ലമ്മ, ചീത്ത കുട്ടി. ഇനിയും കുറേ പോവേണ്ടി വരും. എന്ത് മഞ്ഞപ്പൂവ് ഇടുക, പിന്നെ വേറെ വേറെ കളർ ഇടുക. ഞാൻ പൂവ് വരയ്ക്കണ്ട. വട്ടം വരച്ച് അങ്ങനെ ഡിസൈനാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വട്ടമൊക്കെ വരച്ച് ഇതാക്കിയിട്ട്. അപ്പോൾ പൂക്കൾ നോക്കിയപ്പോൾ പൂക്കളില്ല.
അപ്പോൾ മഞ്ഞപ്പൂ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ അത് ഫുള്ള് നിറയ്ക്കാനുള്ള കോളത്തിൽ നിറയ്ക്കാനുള്ള പൂവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ആ മഞ്ഞപ്പൂ ചുറ്റുവരട്ടതിൻ്റെ മുകളിൽ കൂടി 2 വരികൾ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് എടുത്ത് കാണിക്കാനുള്ള വിധത്തിലാക്കി കൊടുത്തിട്ടു. കാരണം എന്താ പറയുക, ഒരു വരി ഇടുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത്, 2 വരികൾ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ആക്കി ഇട്ടോ. അപ്പോൾ ചെമ്പരത്തി ആ മഞ്ഞ ഒന്ന് ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തേക്ക് അവിടെയൊക്കെ ഈ റോഡ് ഇത് വെട്ടിയ കാരണം മൊത്തം മഞ്ഞപ്പൂവും പോയിട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളതൊക്കെ പൊട്ടിച്ചു വന്നിട്ടപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ കുറേ ഇലച്ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇലച്ചെടികളൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്, കുറേ കുഞ്ഞ് കഷ്ണങ്ങളൊക്കെ നുറുക്കിണ്ടാക്കിയിട്ട് അത് ആ പിന്നെ വട്ടം വരച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് എഴുതിട്ടോ. അല്ലാതെ പൂവും വേണ്ട, ഉള്ള പൂവ് കൊണ്ട് എന്താ പറയുക ഇട്ടെടുക്കാമെന്ന് എഴുതിയപ്പോൾ പൂവുകളാണ് ഒന്നുമില്ല. പിന്നെ ഇലയാകുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ, പച്ചരകൾ. ഇപ്പോൾ പല കളറിലുള്ള പച്ചരകൾ പൊട്ടിച്ചിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടോ. എന്ത് പോവാണ്ട് ഇത് കളറും രസമില്ല, എടുത്ത് കാണിക്കണില്ല അല്ലേ? അല്ല ഒപ്പിക്കണ്ടേ പോ. തല്ലിങ് എടുത്ത് കാണിക്കാത്ത ഒരു കളർ ഉടുപ്പില്ല അല്ലേടാ. ഉടുപ്പിനെന്താ ചെയ്യാ? പൂക്കളൊന്നുമില്ല പറയാൻ. പൂക്കളി ചെത്തണ്ടാണ് ഈ ഇലയൊക്കെ നുള്ളി പറിച്ച് ഒപ്പിച്ച് ഇതൊക്കെ അഡ്ജസ്റ്റ്. നല്ല ചെടിയാണ് നാശമാണത്, നല്ല ചെടിയാണ് നാശമാണ്. അതിന് പൊട്ടിച്ചത് അടിയിട്ടാൻ പാടിക്കേ കൈന്. ചെടികൾ തൊട്ടാണ്ടല്ലോ അടി പൊട്ടും. ഞാൻ അടിക്കട്ടോ അമ്പാടിയെ. അതൊക്കെ ചെരുപ്പമുണ്ടെന്ന് അമ്പാടിയെ. അങ്ങനെ എൻ്റെ പൂടൽ ഏകദേശം കഴിയാനായി. 2 എന്നുള്ളത് അഭിപ്രായം പറയാനുള്ള പൂവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈമിൽ കമന്റ് ചെയ്താൽ മറ്റേത്. നമ്മളെ പൂക്കളം കാണാൻ ഒരു കട്ടുറുമ്പ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇതാ പോണു. മാറിക്കട മാറിക്കട. ഒരു പൂക്കളം കാണാൻ ഒരു പൊട്ടൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പറ്റില്ല എന്താ കാണിച്ചേ? സൂം ചെയ്യും. ആ പൂ നേരാക്കാം സോനു. ആ പൂ അതാ ചോട്ടണം. നേരാക്കേ.